Good afternoon, all. Good afternoon, ma'am. Good afternoon. Good Okay, afternoon, ma'am. ഞാനേ നിങ്ങൾ കുറച്ച് പേരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പൊ അതാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇന്നാരാ പ്ലെയർ? മിസ് ഞാനാണ്. ഓക്കെ, പറഞ്ഞോടാ. ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിൽ ഏകാധിപനെ നിയതമാരാധിപ്പു ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമർപ്പിക്കതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹ പാത്രമായോർ തന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല സന്മാർഗദൃഷ്ടതൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു മാം. താങ്ക് യു. ഞാനാണ് ഓക്കെ, പറഞ്ഞു. ചെറിയ സ്പീച്ച് അങ്ങനെ പറഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്യാ കുറച്ചുള്ളൂ. Hello everyone. Do you know what pollution is? It's when we make the air, water, and earth dirty. We throw trash on the ground, cut down trees, and make yucky air. Pollution hurts animals, plants, and even us. It makes us sick and makes earth sad. But we can help. We can reduce, reuse, and recycle. We can plant trees, pick up trash, and tell others to do some. Let's keep our earth clean and beautiful. We can make a difference. To breathe clean, you have to go green. Thank you. Signed by Rishana. താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് അല്ലേ? മാൻ ആൻഡ് എൻവയോൺമെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടേക്കും കേട്ടോ. അപ്പോ ഞാൻ ഇനി എടുക്കണത് പാർട്ട് 3 പാർട്ട് 3 മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസ് അല്ലെ. പാർട്ടിന്റെ പേരെന്താണ്? മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഓക്കെ, അപ്പോ ഈ പാർട്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ജിഷു ടീച്ചർ എടുത്തു എന്നറിയോ? ഒരാളൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. 3 ചാപ്റ്റർ. ഈ പാർട്ടില് പാർട്ട് 3 ഫസ്റ്റ് 3 ചാപ്റ്റർ MT5 എടുത്തു കഴിഞ്ഞു അല്ലെ? എടുത്ത് കഴിഞ്ഞിട്ടില്ല, 3rd ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ടീച്ചർ ചോദിക്കുകയാണെങ്കിൽ പാർട്ട് ചാപ്റ്റർ യൂണിറ്റ് 5 ഞാൻ എടുത്തു എന്ന് പറയണം കേട്ടോ. ഞാൻ യൂണിറ്റ് 5 എടുക്കും, യൂണിറ്റ് 6 എടുക്കും, യൂണിറ്റ് 8 എടുക്കും, യൂണിറ്റ് 9. എനിക്ക് ജസ്റ്റ് ടീച്ചർ തന്ന പോർഷൻ തന്നെയാണ്. പക്ഷെ ടീച്ചർ കാര്യം മറന്നു പോയാലോ? ഒരുപാട് ക്ലാസ്സിൽ എടുക്കണോണ്ട് ചിലപ്പോ ടീച്ചർ ചിലപ്പോ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ യൂണിറ്റ് 5, 6, 8, 9 അപ്പൊ എടുത്ത ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, മ്യൂട്ടാക്കിക്കോട്ടോ ജിഷ. Yes, ma'am.
നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നോർമലൈസേഷൻ ആണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാതെ ഒരുപാട് ആക്ടിവിറ്റീസോ ഒറ്റ ടൈമിൽ ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന കുട്ടിയാണോ നോർമൽ ചൈൽഡ്, അല്ലെങ്കിൽ ഒറ്റൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന കുട്ടികളാണോ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ഭയങ്കര പെടപെടപ്പാണ്, അവൾ ഒരു കാര്യം ചെയ്ത് അത് ചെയ്തു അത് അവരിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോയിരിക്കുക എന്നൊക്കെ നമ്മൾ കുട്ടികളെ പറയുമ്പോ പറയാറില്ലേ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു കാര്യം കുറെ നേരം ടൈം എടുത്ത് ചെയ്യുന്ന കുട്ടീനെയാണോ നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് ആ മാത്രം കോൺസെൻട്രേഷൻ ഒതുങ്ങി പോവാണ്. അവൻ ആ ഒരു കാര്യം മാത്രം, ബാക്കി പുറത്ത് എന്ത് നടന്നാലും അവൻ അതിൽ ശ്രദ്ധയില്ല. വേറൊരു കാര്യം അവൻ എന്ത് ചെയ്യുന്നില്ല, കോൺസെൻട്രേറ്റ്, വേറൊരു കാര്യത്തിൽ അവൻ ശ്രദ്ധ കൊടുക്കുന്നില്ല, ആ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണോ നോർമൽ ചൈൽഡ്? അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ്, ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം ചെയ്യുന്ന കുട്ടീനെയാണോ നമ്മൾ നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികൾ. ഓക്കെ, നെക്സ്റ്റ് അഭിപ്രായം. വേറെ അഭിപ്രായമില്ല? ഒരു ആക്ടിവിറ്റിയിൽ മാത്രം നിൽക്കുന്ന ഒരു കുട്ടിനല്ലേ പറയാ, പേരൊന്നും ശ്രദ്ധിക്കാതെ. അപ്പൊ എന്താണ്, രണ്ട് ഓപ്ഷൻസ് വന്നു. നമുക്ക് എല്ലാവർക്കും അങ്ങനെ എനിക്ക് ഒപ്പീനിയൻ. ഞാനും അതെ, എനിക്ക് പഠിക്കുന്നതിന് മുമ്പ്, നമ്മൾ മോണ്ടിസോറി പഠിക്കുന്നതിന് മുമ്പ് എന്റെ അഭിപ്രായം എന്തായിരുന്നു, ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യുന്ന കുട്ടികളായിരിക്കും നോർമൽ ചൈൽഡ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, നോർമൽ ചൈൽഡ് ആരാണ്? ആ ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അവന്റെ 100% കോൺട്രിബ്യൂഷൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അവന്റെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ, പിന്നെന്താണ് അവന്റെ എഫേർട്സ് എല്ലാവരും ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലേക്ക് ആ കുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ നോർമൽ ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമേ അവൻ ചെയ്യുന്നുള്ളൂ. 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്ത ആ കാര്യം അവൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? അത് ചിലപ്പോൾ തെറ്റിപ്പോകാം. ചിലപ്പോ അവനൊരു എന്താ പറയാ, ഒരു ബിൽഡിങ് ബിൽഡ് ചെയ്യായിരിക്കും. നമ്മളിങ്ങനെ കളിക്കുന്ന കാര്യങ്ങളാണ് പറയണേട്ടാ. അപ്പൊ ആ ഒരു ബിൽഡിങ് ബിൽഡ് ചെയ്ത് ടോപ്പിലത്തെ അത് വെക്കുമ്പോഴായിരിക്കും അതെന്താണ് പൊട്ടിപ്പോണത്. പക്ഷെ അവൻ നോർമൽ ചൈൽഡ് ആണ്, അവൻ നോർമൽ ചൈൽഡ് ആണ്. നെക്സ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം ചെയ്യുന്ന കുട്ടികൾ അവർ നോർമൽ ചൈൽഡ് അല്ല എന്നല്ല പറയുന്നത്. അവർ പെട്ടെന്ന് ഡീവിയേറ്റ് ആയി പോവാണ്. അവനൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് തോന്നിയിട്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാം, then അവൻ പോയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാണ്. അപ്പൊ അവരെന്താണ് പെട്ടെന്ന് ഡീവിയേറ്റ് ആവുകയാണ്. അത് ഡീവിയേഷൻ ആണ്. അപ്പൊ നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ അത് നോർമൽ ആണ്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നോർമൽ ആണ്. അവനെന്താ പറയാ, നമുക്ക് നോർമൽ ചൈൽഡ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം. നോർമലൈസേഷൻ ആണ് പറയുന്നത്. ഡോക്ടർ മോണ്ടിസോറി discovered that a new normalized child frequently emerged as the result of being in complete harmony with his entire environment. അവന്റെ മുഴുവൻ പരിസ്ഥിതിയുമായി പൂർണ്ണമായി ഇഴകിച്ചേരുന്നവര്, ഐക്യത്തോടു കൂടി ആ ഒരു എൻവയോൺമെന്റിൽ അവൻ പൂർണ്ണമായിട്ട് എന്താണ്, കംഫർട്ടാണ്. അവൻ ആ ഒരു ഫുൾ അവന്റെ എഫേർട്ട് ആ ഒരു എൻവയോൺമെന്റിൽ അവിടെ തന്നിരിക്കുന്ന ടാസ്കുകൾ ചെയ്യുന്നതിലാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒറ്റ ടാസ്ക് ചെയ്യുന്നതിലാണെങ്കിൽ അതൊരു എന്താണ് നോർമലൈസ്ഡ് ചൈൽഡിന്റെ ബിഹേവിയർ ആണ്. നമ്മൾ ഇവിടെ നോർമൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ചിൽഡ്രൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലി ഡിസേബിൾഡ് ചിൽഡ്രൻസ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ചൈൽഡ് എന്നൊക്കെ നമ്മൾ പറയും. അവരും നോർമൽ ചൈൽഡുകളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. വേർതിരിവില്ല. സാധാരണ ഇത്തിരി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് വൈകല്യങ്ങളുള്ള കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളെ നമ്മൾ നോർമൽ ചൈൽഡ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വേർതിരിവ് കാണിക്കരുത്. കുട്ടികളുടെ വേർതിരിവ് കാണിക്കാൻ പാടില്ല. നമുക്കറിയാലോ, മക്കൾ എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരെന്ന് പറഞ്ഞ ദൈവത്തിന്റെ എന്താ പറയാ രൂപം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വേർതിരിവ് കാണിക്കരുത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ ഇത്രയും എന്താ പറയാ മാനസികമായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലി ഡിസേബിൾഡ് ചിൽഡ്രൻസിന് എന്താ പ്രശ്നം വരാന്ന് വെച്ചാൽ അവര് ഏജ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ശരീരത്തിൽ വണ്ണവും അതേപോലെ പൊക്കവും ഹൈറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് അവരുടെ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ 3 വയസ്സുള്ള കുട്ടികളുടെ മനസ്സാണ്.
വർദ്ധിക്കും. 3 4 വയസ്സുള്ള കുട്ടികളുടെ മനസ്സായിരിക്കും. അവർ നമ്മൾ ട്രീറ്റ് ചെയ്യണത് എങ്ങനെയായിരിക്കും? സ്വന്തം അമ്മയുടെ അതേ ഒരു സ്ഥാനം വെച്ച് തന്നെയായിരിക്കും ഈ പറഞ്ഞ കുട്ടികൾ നമ്മളെ കാണുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ അതേപോലെ കാണണം. കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണോ നമ്മളത് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ വാത്സല്യം കൊടുക്കുക, ആ ഒരു പരിഗണന നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് വേണം അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് മോണ്ടിസോറി സ്കൂളിൽ തന്നെ പോകണം. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് ജോബ് കിട്ടുന്ന ചിലപ്പോ സ്പെഷ്യൽ സ്കൂളിലായിരിക്കും. അപ്പൊ നമ്മൾ പറയരുത് എനിക്ക് പറ്റൂല, ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റൂല എന്നൊന്നും പറയരുത്. കാരണം എന്താണ്? നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോ, മോണ്ടിസോറി കോഴ്സ് പഠിച്ച ടീച്ചറിന്റെ കണ്ണിലൂടെ നോക്കുമ്പോ നമ്മുടെ മുമ്പിൽ കാണുന്ന കുട്ടികളെല്ലാവരും എങ്ങനെയാണ്? നോർമലൈസ്ഡ് ചൈൽഡ് ആണ്, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളായിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഈ കുട്ടികളിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വഴിതെറ്റി അങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻസ് സംഭവിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അവരെ ചെറുതായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യല, ഗൈഡ് ചെയ്യല, അവരത് കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ആട്ടാം എന്നുള്ളത് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് അത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് അത് വർക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ അവരെന്ത് ചെയ്യാം? ശീലിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മളുടെ മൈൻഡിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളും ഒരേപോലെയാണ്. ഫസ്റ്റ് അതാണ്. ദെൻ നോർമലൈസ്ഡ് ചൈൽഡിനെ തിരിച്ചറിയണം. ഒരു ആക്ടിവിറ്റി ഒരുപാട് നേരം കോൺസെൻട്രേഷനോട് കൂടി അതേ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികൾ നമ്മൾ എന്ത് പറയും? നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയും. നോക്കാം. She developed her special method based on this disclosure. ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ ബേസിലാണ് മോണ്ടിസോറി സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുക. മോണ്ടിസോറി ഡിസ്ക്രൈബ് ദിസ് പ്രോസസ് ഓഫ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ദ ചൈൽഡ് ആസ് നോർമലൈസേഷൻ. അപ്പോൾ മോണ്ടിസോറി എന്താ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ച്, ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചേഞ്ച് എന്താണ്? കുട്ടികളുടെ നോർമലൈസേഷൻ ആണ് എന്നാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ച്, കുട്ടികളിൽ വരുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? കുട്ടിയുടെ നോർമലൈസേഷൻ ആണ് എന്നാണ് പറയുന്നത്. നോക്കാം. Among the relation the child brought as, there is one fundamental important, the phenomena of normalization through work. എങ്ങനെയാണ് ഇപ്പൊ ഡീവിയേഷൻ ഉള്ള കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്താണ്? ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. അപ്പൊ ഈ കുട്ടികൾ നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് അവരെ ഈ കറക്റ്റ് ആയിട്ട് നോർമലൈസ്ഡ് ചൈൽഡ് ആക്കാനായിട്ട് പറ്റുന്നത്? അവരെ കൊണ്ട് ആ ഒരു ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ നോർമലൈസ്ഡ് ആക്കുന്നത്. നമുക്കറിയാം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കോട്ടാണ് കേട്ടോ, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യാണ്, ത്രൂ ഔട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീസ് ആണ് മനുഷ്യനെ എന്താക്കുന്നത്? പെർഫെക്റ്റ് ആക്കുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ നല്ല ടീച്ചറാണ് അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണ്? അങ്ങനെയല്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരെ പോലെയും സാധാരണ ഒരു ആവറേജ് സ്റ്റുഡന്റ്, ചിലപ്പോൾ പറഞ്ഞ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഓൾറെഡി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ ഞാൻ ആ സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ എന്ത് ചെയ്യും? ചെയ്ത് പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? ചെയ്ത് തന്നെ പഠിക്കും. അപ്പൊ ഞാനൊരു കാര്യം 10 പ്രാവശ്യം ചെയ്തിട്ടാണ് ക്ലാസ്സിൽ ചെന്നിട്ട് ചെയ്യുമ്പോൾ ഞാനായിരിക്കും ഫസ്റ്റ്. കാരണം ഞാൻ ഓൾറെഡി 10 പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് 1 പ്രാവശ്യം ചെയ്തത്. അപ്പൊ എനിക്ക് എന്താണ്? ടൈം സേവ് ചെയ്യാൻ പറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യാനായിട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇത് ഞാനൊരു കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ 2-3 പ്രാവശ്യം ഞാൻ പഠിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ അതെന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അത് തന്നെയാണ് കുട്ടികളുടെ കാര്യത്തില്. നോർമലൈസ് ആക്കാൻ വേണ്ടിയിട്ട്, നോർമലൈസേഷനിലേക്ക് കുട്ടീനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ കൊണ്ട് അതേ ആക്ടിവിറ്റീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ആദ്യം ചെയ്യുമ്പോ ഒന്ന് തെറ്റിപ്പോകും. സാധാരണയാണ്. നമ്മൾ നടക്കാൻ തുടങ്ങിയ സമയത്ത് എന്താണ്? നമ്മൾ വീട് പോയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് പേടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നോ? ഇല്ലല്ലോ. പതുക്കെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ പിടിച്ചല്ലേ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോർമലൈസേഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാര്യം പ്രാക്ടീസിലൂടെയാണ് അല്ലെങ്കിൽ
നമ്മൾ ചെയ്ത് വർക്കിങ്ങിലൂടെയാണ് നമ്മൾ ആ കാര്യം എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നത്. Among the relation of the child has brought us, this is fundamentally important, the phenomena of normalization through work. It is the certain that the child attitude for the work represents a vital instinct. നമ്മൾ ഒരു എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കുട്ടികളെ ആക്കിയാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ മോണ്ടിസോറിയുടെ ഒരു എൻവയോൺമെന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ആദ്യം കുട്ടിക്ക് വരുമ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവന് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അവന്റെ ഡെസ്കും ആ ഒരു അലോട്ട് ചെയ്തിരിക്കുന്ന ടേബിളിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അവിടെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അവനൊരു പരിചയവുമില്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവനെന്തായാലും നോർമലൈസ് ആവും. എന്ന് വെച്ചാല് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം സ്കൂളിൽ കുട്ടീനെ കൊണ്ടുവന്നാക്കുമ്പോ, അല്ലെങ്കിൽ അംഗനവാടിയിൽ കുട്ടീനെ കൊണ്ടുവന്നാക്കുമ്പോ, അല്ലെങ്കിൽ പ്ലേ സ്കൂൾ ആവട്ടെ എവിടെ ആയാലും കൊണ്ടുവന്നാക്കുമ്പോ കുട്ടി കരഞ്ഞ് ബഹളത്തിച്ച് ബാഗും ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടായിരിക്കും കൊച്ചു എന്ത് ചെയ്യണത്, ക്ലാസ്സിലേക്ക് നമ്മൾ ടീച്ചറിന്റെ അടുത്ത് ആക്കി വേഗം ഇങ്ങോട്ട് പോലെയാണ് ചെയ്യണത്. പക്ഷെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അവൻ നോർമൽ ആകാൻ തുടങ്ങും, അല്ലെങ്കിൽ അവള് നോർമൽ ആവാൻ തുടങ്ങും. അവരെ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെരുപ്പ് കൊണ്ടുപോയി ട്രാക്കിൽ വെക്കും. ചെരുപ്പ് ചപ്പലുണ്ടല്ലോ, അത് അവരെ കയറണമെങ്കിൽ ക്ലാസ്സിൽ കയറണമെങ്കിൽ മുമ്പായിട്ട് ചപ്പൽ ഊരിയിട്ട് കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവന്ന് വെക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വെക്കും. വാട്ടർ ബോട്ടിൽ എവിടെയാണോ വെക്കേണ്ടത് ആ വാട്ടർ ബോട്ടിൽ വെക്കേണ്ട പ്ലേസിൽ വെക്കും. ബാഗ് എവിടെയാണോ വെക്കേണ്ടത് ബാഗ് അവിടെ വെക്കും. ഇനി പോയിരിക്കുന്നത് അവരുടെ സീറ്റ് ഉണ്ട്, അവർക്ക് അലോക്കേറ്റ് ചെയ്ത സീറ്റിൽ കറക്റ്റ് ആയിട്ട് പോയി ഇരിക്കുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവരെന്തായി അറ്റാച്ച് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവര് കൂടുതലായിട്ട് അറ്റാച്ച് ആയി, അവര് മനസ്സിലാക്കി തുടങ്ങി അതാണ് അവന്റെ എൻവയോൺമെന്റ്. ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ അവൻ അവിടെയാണ് നിൽക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ് അവൻ അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് അവൻ ആ പ്രാക്ടീസ് ആവും. For without work, his personality cannot organize himself, deviate from normal line of its construction. നമ്മളത് വർക്ക് ചെയ്തില്ല എങ്കിൽ, എല്ലാ ദിവസവും അമ്മയാണ് ആ ചെരുപ്പെടുത്ത് വെക്കുന്നത്, വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കുന്നത്, അമ്മ അല്ലെങ്കിൽ ടീച്ചറാണ് ചെയ്യുന്നതെങ്കിൽ അവൻ അത് വർക്ക്ഔട്ട് ചെയ്യോ, അവനത് പ്രാക്ടീസ് ആക്കോ? ഇല്ല, അവൻ ഒരിക്കലും ആ ഒരു കാര്യം പഠിക്കില്ല. ടീച്ചർ അല്ല ചെയ്യേണ്ടത് അവിടെ. എന്താ വെച്ചാല് നമ്മൾ ആ ഒരു ചപ്പലൊക്കെ എടുത്ത കുട്ടികൾ തന്നെയാണ് ട്രാക്കിൽ വെക്കുന്നത്. വാട്ടർ ബോട്ടിലൊക്കെ ഊരി അവരാണ് ആ പ്ലേസിൽ കൊണ്ടുവന്ന്, ഒരു ട്രാക്ക് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ബാഗ് വയ്ക്കാനായിട്ടൊരു റാക്ക് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അവനത് പഠിച്ചു, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവന് മനസ്സിലായി തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മാറ്റമുണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള ഒരു മിനി എൻവയോൺമെന്റിന്റെ അതേ ഒരു മിനി എൻവയോൺമെന്റ് ആണ് നമ്മൾ മോണ്ടിസോറിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പുറത്ത് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത്, പുറത്ത് എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഒരു മിനി നേച്ചർ, മിനി എൻവയോൺമെന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മോണ്ടിസോറി സ്കൂളിന്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് പ്രശ്നം വരില്ല. കാരണം എന്താണ്, അവന് പരിചയമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് തന്നെയാണ്. ഒരു 3 മുതൽ 6 വയസ്സ് കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ പുറത്തുള്ള എൻവയോൺമെന്റ് അവന് ഓൾറെഡി അറിയാം, ഓൾറെഡി നോൺ ആണ്. എങ്ങനെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടിഷ്യൂ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ റാക്കിൽ വെക്കേണ്ടത്, ഗ്ലാസ് എവിടെ വെക്കണം, പ്ലേറ്റ്സ് എവിടെ വെക്കണം, അതേപോലെ ബുക്സ് എങ്ങനെ ഓർഡറിൽ വെക്കണം, അതേപോലെ കറക്റ്റ് ആയിട്ട് അവൻ അറിയാം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ട വരില്ല. കാരണം എന്താണ്, അവൻ ഓൾറെഡി അതായിട്ട് ട്രെയിൻഡ് ആയിട്ടുണ്ട്. അവൻ പുറത്തുള്ള നേച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ഓൾറെഡി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ വിടുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവർ പഠിക്കുന്ന കാര്യങ്ങള് ആ പുറത്തുള്ള ഒരു എന്താ പറയാ നേച്ചറിന്റെ അല്ലെങ്കിൽ എൻവയോൺമെന്റ് അതേ ഒരു മിനി നേച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു മനുഷ്യൻ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ബിൽഡ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും പ്രാക്ടീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, according to Montessori,
ഇനി ഗ്രോയിങ് ചൈൽഡ്, നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. there are two streams of body, രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള മസ്കുലർ എനർജി യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ. അപ്പൊ അവന്റെ ഏജിലുള്ള കുട്ടികൾ ചെയ്യുന്ന വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കും. രണ്ടാമത്തത് മെന്റൽ എനർജിയാണ്, ഇന്റലക്ച്വൽ ആൻഡ് വിൽ. അവന്റെ ബുദ്ധിയും അവന്റെ കഴിവും നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കുട്ടിയെയും അനലൈസ് ചെയ്യുന്നത്. അവന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ എന്താണ്, അവൻ ഓക്കെയാണ്. അവന് ഷേപ്പുകളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് മോണ്ടിസോറിയിൽ, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അടുത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ഇത് കഴിഞ്ഞ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് പഠിക്കാം. ഒരുപാട് മെറ്റീരിയൽസ് വെച്ചിട്ട് അവര് ആ ബുദ്ധിശക്തി എങ്ങനെയുണ്ട്, അവന് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ടോ, അവന് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ വില്ല എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. According to Montessori, in a growing child, there are two streams of body, especially the muscular energy extended in voluntary movements. അവന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവൻ ഒറ്റയ്ക്ക് അവന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, വോളണ്ടറി അവൻ എല്ലാ കാര്യത്തിലും എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും. രണ്ടാമത് സെക്കൻഡറി ഇൻ ദ മെന്റൽ എനർജി ഓഫ് ഇന്റലക്ച്വൽ ആൻഡ് വിൽ. അവന്റെ ബുദ്ധിശക്തി എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ അവൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇഷ്ടം. The two aspects of personality, നമ്മൾ പേഴ്സണാലിറ്റിയിലേക്ക് വരാണെങ്കിൽ നമ്മുടെ മൈൻഡും ബോഡിയും ഒരുമിച്ചായിരിക്കണം പ്രവർത്തിക്കുന്നത്. ഒരിക്കലും പിരിഞ്ഞു പോകാനായിട്ട് പാടില്ല. നമ്മുടെ മനസ്സ് എത്തുന്നിടത്തേക്ക് നമ്മുടെ ശരീരം എത്തുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. പ്രായമായവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മനസ്സ് എത്തുന്നിടത്തേക്ക് ശരീരം അങ്ങോട്ട് എത്തുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മൈൻഡ് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് നമ്മുടെ ബോഡി എത്തിക്കണം. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും എന്താണ്, നമ്മള് ആദ്യമൊക്കെ വിചാരിക്കും, അയ്യോ ഞാൻ അമ്മയായല്ലോ, ഞാൻ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണം, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാ മതി എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൽ നിന്നൊക്കെ മാറി എന്തായി, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എന്റെ മനസ്സ് പറയുന്ന പോലെ എനിക്ക് ഫോളോ ചെയ്യാം, നാളെ എനിക്കൊരു ടീച്ചറായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡിലേക്ക് നിങ്ങൾ എത്തിയില്ലേ, എന്നൊരു മനസ്സിലേക്ക് നിങ്ങൾ എത്തിയില്ലേ, ആ ഒരു മൈൻഡിലേക്ക് നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ എത്തിച്ചില്ലേ. ഇതാണ് ഇവിടെ നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന മാറ്റം. നമ്മുടെ മൈൻഡിനെ നമ്മുടെ ബോഡിനെ നമ്മുടെ മൈൻഡിലേക്ക് എത്തിക്കണം. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി, നമുക്ക് വേറെ എന്താ പ്രശ്നം, ഹസ്ബൻഡൊക്കെ നോക്കുന്നുണ്ടല്ലോ, അത് പഠിച്ചതല്ലേ, ഇവിടെ പഠിച്ചതിനൊന്നും കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ എന്റെ പാഷൻ ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ആ പാഷന്റെ പുറകെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇന്നതാണ് എന്റെ പാഷൻ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അല്ല, ഞാൻ നോക്കിയതാണ്, അക്കൗണ്ട്സ് ജോബ് ഒക്കെ നോക്കിയതാണ്, അക്കൗണ്ട്സ് ആയിട്ട് ഒരു വർഷത്തോളം പോയി. അത് കഴിഞ്ഞ് വേറെ ഒരു ഫേമില് അക്കൗണ്ട്സ് ആയിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് ഓഫീസ് വർക്ക് ആയിട്ട് പോയി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, കാരണം എന്താണ്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്നതല്ല എന്റെ ഫീൽഡ്, ഇങ്ങനെയല്ല ഞാൻ ആവേണ്ടത്. ഞാൻ വിചാരിച്ചത് എനിക്ക് എന്താണ് ആവേണ്ടതെന്നുള്ള ലക്ഷ്യം അവിടെ നിന്ന് വന്നു. ആദ്യം നിങ്ങളൊക്കെ പോലെ തന്നെ കുഞ്ഞുകുട്ടികളോ ട്യൂഷനൊക്കെ എടുത്ത് തുടങ്ങിയ സമയത്ത് അപ്പൊ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും എന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതായിരിക്കും എന്റെ പാഷൻ. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ വന്ന് പറയുമ്പോ, കുഞ്ഞു കുട്ടികളാണല്ലോ, നമ്മളിപ്പോ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, 1ലും 2ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാ. അപ്പൊ ഞാൻ അവരെ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്. അവർക്ക് നല്ല ഗ്രേഡ് കിട്ടുമ്പോ എന്തോ ഞാൻ അച്ചീവ് ചെയ്യുന്ന പോലെ, മുമ്പ് എനിക്ക് അക്കാഡമിക്ക് കിട്ടിയിരുന്ന മാർക്കിനേക്കാളും കൂടുതൽ ഞാൻ അവർക്ക് ക്ലാസ് ഒക്കെ ഇട്ടു കൊടുത്ത് അവർക്ക് മാർക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി. അപ്പോ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇതായിരിക്കും എന്റെ പാത്ത് എന്ന് വിചാരിച്ചു. ഞാൻ എന്റെ മനസ്സിനെ അതേപോലെ എന്റെ ശരീരത്തിനെയും എന്ത് ചെയ്തു, ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എന്റെ പാഷൻ ഫോളോ ചെയ്തു. ഒരിക്കലും നമ്മുടെ മൈൻഡ് പറയുന്നത് നമ്മുടെ ബോഡി കേൾക്കാതിരിക്കരുത്. നമ്മളുടെ മൈൻഡിലേക്ക് തന്നെ ആണ്, നമ്മുടെ മൈൻഡ് പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാം. അല്ലാതെ ബുദ്ധി പറയുന്ന രീതിയിൽ പോകണം എന്നൊക്കെ പറയൂലേ, മനസ്സ് പറയുന്ന പോലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സന്തോഷം ഉണ്ടാവും. ബുദ്ധി പറയുന്നത് പോലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, കുറെ ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റും, പക്ഷെ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ അല്ല ഹാപ്പിനെസ് നമുക്ക് കിട്ടണമെന്നില്ല. ഇൻസ്റ്റഡ് ദീസ് ടു വർക്ക് ഇൻ യൂണിസൺ.
എന്ന് വെച്ചാൽ ഇത് രണ്ടും ഐക്യത്തോടെ വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അതർവൈസ് ദി ചൈൽഡ് വിൽ ബി ഡിവിയേറ്റ്. അല്ലാത്ത പക്ഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മളെന്താവും, ഡീവിയേറ്റ് ചെയ്ത് പോകും. കുട്ടികളുടെ കാര്യം എങ്ങനെയാണ്, അവന് എന്താണ് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അതാണ് നമ്മൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കരുത്, കമ്പൽ ചെയ്ത് ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. മോൻ എന്ത് ആക്ടിവിറ്റിയാ ചെയ്യാൻ ഇഷ്ടം? ചിലപ്പോ അവന് കാർഡ് ഗെയിം കളിക്കാനായിരിക്കും ഇഷ്ടം. നമ്മൾ വേറെ എന്തെങ്കിലും ഗെയിം ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാ മോൻ കാർഡ് ഗെയിം കളിച്ചോ, അല്ലെങ്കിൽ എന്താ മോന് ഇഷ്ടമുള്ളത് അത് ചെയ്തോളാൻ പറയാം. അവന് ഇഷ്ടമുള്ളത് അവൻ ഫോളോ ചെയ്യട്ടെ. നമ്മുടെ മൈൻഡ് എന്താണോ പറയുന്നത് അത് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. നമ്മളെ ബാക്കിയുള്ളവരൊക്കെ പറയും നിന്നെ കൊണ്ട് പറ്റൂല, നിനക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. പക്ഷെ നമ്മളെ മൈൻഡിൽ നമ്മൾ വിശ്വസിക്കാം, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ, നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ആര് ചെയ്യാനാ എന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടി നമ്മളല്ലേ കുറച്ച് ടൈമും എഫേർട്ടൊക്കെ എടുക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരല്ലേ. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഡീവിയേറ്റ് ആയി പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അക്കൗണ്ട്സ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്താ, പക്ഷെ എനിക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. നമ്മൾ ആ ചെയ്യുന്ന ജോലിയിലോടൊരു എന്തുണ്ടാവില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ എനിക്കും ഉണ്ടായിരുന്ന ഡിപ്രഷൻ ഒക്കെ ആദ്യം ഫസ്റ്റ് ക്ലാസ് ഞങ്ങൾക്ക് ഓൺലൈൻ അല്ലല്ലോ പഠിച്ചത്. അപ്പോ ഓൺലൈനായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ കയറി അന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നൊരു ക്ലിയർ ഉണ്ടായിരുന്നില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ്സുകൾക്ക് ഉണ്ടപ്പോ. പക്ഷെ ആദ്യത്തെ ദിവസത്തെ പ്രശ്നമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ മുതലുള്ള ക്ലാസ് ഞാൻ എൻജോയ് ചെയ്ത് തന്നെ എടുത്തത്. എന്റെ ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് എടുത്തത്. അത് നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. നമ്മൾ ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ടൈം എടുത്തോന്നോ അല്ലെങ്കിൽ എഫേർട്ട് എടുത്തോന്നോ ഒന്നുമല്ല. നമ്മൾ ആ കാര്യം കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ ആ കുട്ടികൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നതിൽ വെച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് പേഴ്സണാലിറ്റിയുടെ കാര്യമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡും ബോഡിയും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട്, വേർപിരിയാനായിട്ട് അവസരം ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ബോഡി നമ്മളൊരു പരസ്യം കണ്ടിട്ടുണ്ടെന്ന് തോന്നണം. എനിക്ക് തോന്നുന്നു ആരുടെയാണ് പരസ്യം, ഒരു ഡോക്ടറിന്റെ സിനിമാ നടനാണ് കേട്ടോ, ആളുടെ പേര് മറന്നുപോയതാണ്. ഒരു ഡോക്ടർ അല്ല ഒരു ഷെഫ് ആവണമെന്ന് ആഗ്രഹിച്ച ആള് ഡോക്ടർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഒരു പരസ്യത്തിൽ കാണിക്കുന്നത്. ബേസിൽ ജോസഫ്, ബേസിലിന്റെയാണ് പരസ്യം ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ബേസിലിന്റെ ഒരു പരസ്യമാണ്. അപ്പോ അതിൽ കാണിക്കുന്നത് അവൻ ഷെഫ് ആവാനായിട്ട് ആഗ്രഹിച്ചത്, ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാഷൻ ആയിട്ടുള്ള ഒരാള് പോയിട്ട് ഡോക്ടറായി. അപ്പൊ എന്താണ്, അവൻ ആ രണ്ട് കാര്യത്തിലും തമ്മിൽ എന്താണ് ഒരു കൺഫ്യൂഷൻ വരാണ്. നമ്മുടെ ബോഡി ഇവിടെയും മൈൻഡ് വേറൊരു സ്ഥലത്താണ്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മുടെ മനസ്സുള്ളിടത്ത്, നമ്മുടെ ശരീരം ഉള്ളിടത്ത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുള്ളിടത്തായിരിക്കണം നമ്മുടെ ശരീരം നിൽക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ 100% എന്ത് കൊടുക്കാൻ പറ്റും, എഫേർട്ടും ആ ഒറ്റ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്ത് പോകും, ഡീവിയേറ്റ് ചെയ്ത് പോകും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഡീവിയേഷൻസ് സംഭവിക്കും. ഇത്രയുമാണ് നോർമലൈസേഷനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതൊന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് റീഡ് ചെയ്യണം. അല്ലാതെ ഇതിലത്തെ കറക്റ്റ് സെന്റൻസിന്റെ മീനിങ് കിട്ടാതെ നോക്കരുത്. ഞാനിപ്പോ പറഞ്ഞില്ലേ, അതേ മീനിങ്, അതേ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ കാര്യം വായിക്കാൻ. എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഈ സെന്റൻസ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷേ കുറച്ച് കൺഫ്യൂസ് ആവും കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും വായിച്ചു നോക്കി.
മാം വായിച്ചു ഒരു റെക്കോർഡ് എന്താടാ? ഇന്ന് നമ്മള് റെക്കോർഡിന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് റെക്കോർഡിനെ പറ്റി എന്നാ പറയാ? അത് ഇത് കഴിഞ്ഞിട്ട് ഈ ഓഡിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാല് നെക്സ്റ്റ് മൺഡേ നമുക്ക് പറയാട്ടോ. നെക്സ്റ്റ് റെക്കോർഡ് ഏതാണ്? ഏതാണ്? പസിലാണെന്ന് പറഞ്ഞു. പസിൽസ് ആണെന്ന് പസിൽസ് ആണല്ലേ? അതരാട്ടോ. നെക്സ്റ്റ് മൺഡേ കേട്ടോ, അതിനെ ഓർമ്മിപ്പിക്കണേ. നെക്സ്റ്റ് ഫ്രൈഡേ പോകുമ്പോ നിങ്ങൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരുന്ന ദിവസമാണ് നെക്സ്റ്റ് മൺഡേ. ഓക്കെ, ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡിനെ കുറിച്ച്? കാരണം ഇത് അങ്ങനെ പഠിപ്പിക്കാനേ പറ്റുള്ളൂ. നമ്മള് ഇത് പഠിച്ചില്ലേ, ഡെവലപ്മെന്റ്സ് ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ അതേപോലെ പഠിപ്പിക്കേണ്ട ഒരു പോർഷനാണ്. ഞാൻ പറഞ്ഞു തന്നതിൽ നിന്ന് ഇതിലെ മീനിങ്ങോ ഒന്നും വേണ്ട. നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് അല്ലെങ്കിൽ നോർമലൈസേഷൻ എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായതെന്നൊന്ന് പറയാമോ? തെറ്റിപ്പോക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയുകയാണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ പഠിപ്പിച്ചത് അതേ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, അക്യൂർ ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മള് ഈ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് എടുത്ത ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കുഴപ്പമില്ലാത്തായിരുന്നു. കാരണം നിങ്ങൾക്ക് നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. നോട്ട് മോണ്ടിസോറി. അപ്പൊ അത് എന്ന് വെച്ചാല് മോണ്ടിസോറി റിലേറ്റഡ്, അത്ര റിലേറ്റഡ് അല്ല, നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു എടുത്തത്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്ക് അറിയണം. സോ എന്താണ് നോർമലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഒരാളൊന്ന് പറയാമോ? ഞാൻ പറയാം. ഓക്കെ, സന പറഞ്ഞോടാ. എനിക്കിപ്പോ മനസ്സിലായതട്ടെ പറയണേ. മൈൻഡിനെയും ബോഡിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻസ് വരുമ്പോഴാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു എല്ലാത്തിലും, മാം ഫസ്റ്റ് ചോദിച്ചപ്പോ പറഞ്ഞു എല്ലാതും ഒപ്പം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നോർമലൈസ്ഡ്. പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി, ഞാൻ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനൊരു പെർഫെക്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കുട്ടി, അതാണ് നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു പർട്ടിക്കുലർ ഒരു ആക്ടിവിറ്റി എടുത്തിട്ട് അതിനെ മാത്രം പെർഫെക്റ്റ് ആക്കിയിട്ട് മറ്റൊരു ആക്ടിവിറ്റിക്ക് പോവുക. അതാണ് എനിക്ക് തോന്നുന്നത് നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സന പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താണ് നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആക്ടിവിറ്റിയിൽ അതിന്റെ 100% എഫേർട്ടും കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ സാധാരണയായിട്ട് നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ എന്താണ് ഈ നോർമലൈസേഷൻ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൈവരിക്കാനായിട്ട് പറ്റുക നമ്മളുടെ ത്രൂ ഔട്ട് പ്രാക്ടീസ്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിങ്ങിലൂടെ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഈ നോർമലൈസേഷൻ കൈവരിക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ മനസ്സും ശരീരവും എവിടെയാണ്, മനസ്സ് എവിടെയാണോ അവിടെ തന്നെ വേണം ശരീരം. അല്ലാതെ അവർ നമ്മൾ വേർതിരിഞ്ഞ് പോകാനൊന്നും പാടില്ല. ഓക്കെ, മനസ്സ് എവിടെയാണോ അവിടെ തന്നെ വേണം നമ്മുടെ ശരീരവും. അതായത് മനസ്സൊരു കാര്യം ഒരു ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡ് വേറൊരു ആക്ടിവിറ്റീസിലാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അത് കുഞ്ഞു കുട്ടികളുടെ കാര്യമായാലും നമ്മുടെ വലിയ കുട്ടികളുടെ കാര്യമായാലും വലിയ ആൾക്കാരുടെ കാര്യമായാലും മനസ്സ് എവിടെയാണോ അവിടെ തന്നെ വേണം നമ്മളുടെ ബോഡി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. നമ്മളുടെ നോർമലൈസ്ഡ് ചൈൽഡിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ലവ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമമാണ്. അവൻ ആ വർക്ക് ചെയ്യുന്ന ആ മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അവന്റെ ആ വർക്കിംഗ് എൻവയോൺമെന്റിൽ ഒരു ക്രമമുണ്ട് അല്ലെ.
ഒരു ഓർഡർ ഉണ്ട്. നിങ്ങൾ ഇമേജിലൊക്കെ കാണുന്ന പോലെ ഒരു ഓർഡർ എന്തുണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിന് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഇതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ജസ്റ്റ് ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ്. പുറത്ത് എങ്ങനെയാണോ അതേപോലത്തെ ഒരു എൻവയോൺമെന്റ് തന്നെയാണ് അവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐറ്റംസിനൊക്കെ ഒരു ക്രമമുണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ഇന്ന പ്ലേസിലാണ്, ഇവിടെ ഇരുന്നാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ നമ്മുടെ ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ള കാര്യത്തിന് ഒരു ഓർഡർ ഉണ്ട്. അതേപോലെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്തതിന് ശേഷം ആ കസേര കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് വെക്കണം. അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏരിയ ആണ്. അപ്പൊ അതിനൊക്കെ ഓരോ ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ എടുത്ത സാധനം തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെ വെക്കണം. ഇതൊക്കെ എന്താണ്, ഒരു ഓർഡറിന്റെ ബേസിലാണ്. ആദ്യം ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഇതൊന്നും അറിയാതെ വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ അവൻ അത് ആ ഒരു ക്രമത്തിലേക്ക് വരും. അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് അവന് അറ്റാച്ച്മെന്റ് വരും, അല്ലെങ്കിൽ ലവ് ഓഫ് ദ എൻവയോൺമെന്റ്. അവൻ വന്നിരിക്കുന്ന ആ എൻവയോൺമെന്റ് അവന് ഇഷ്ടപ്പെട്ടു തുടങ്ങും. ആ ഇഷ്ടത്തിലൂടെ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഓർഡറിലേക്ക് അവരെത്തും. ഇന്ന കാര്യങ്ങൾ ഇന്ന ബോക്സിലാണ് ഇരുന്നത്, ഇന്ന പോലെയാണ് നമ്മളിവിടെ പെരുമാറുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഓർഡറിലേക്ക് അവൻ എന്ത് ചെയ്യാണ്, വരുന്നതാണ്. നോക്കാം. The child disclose an intensive love of environment. അവൻ എന്താ ഡിസ്ക്ലോസ് ചെയ്യുന്നത്, അവന്റെ എൻവയോൺമെന്റ്, അവന്റെ ചുറ്റുപാടും ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് എ കറസ്പോണ്ടിങ് അംബിഷൻ ടു കൺസേർവ് ദ ഓർഡർ ഇൻ ഇറ്റ്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് അകത്തുള്ള ആ ഒരു ഓർഡർ എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവൻ എന്ത് ചെയ്യും, അവൻ്റെതായ പ്രവൃത്തികൾ, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. The Atman principle of order എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രമത്തിന്റെ തത്വമാണ് കുശാഗ്ര ബുദ്ധി എന്ന് വെച്ചാൽ കുശാഗ്ര ബുദ്ധി ചില ഒരു എന്താ പറയാ, ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ വേണം, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ രീതികളും അങ്ങനെ പറയും. നമ്മൾ ചില കുട്ടികൾ പറയില്ലേ, ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരനാണ് ട്ടാ എന്ന് പറയില്ല. അതെന്താണ്, അവന് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. അവന് ചില കാര്യങ്ങൾ ഓർഡറിൽ തന്നെ ഇരിക്കണം, ഇത് നിർബന്ധമാണത്. ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മള് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഒരു നിർബന്ധത്തിൽ തന്നെ ആ കാര്യങ്ങൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അവന് ഒരു ബോക്സ് ഉണ്ട്. എനിക്ക് മനസ്സിലായത് ആദ്യം ആ ഒരു പ്രശ്നമാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്. ഒരു ബോക്സ് ആണ്, അത്യാവശ്യം വലിയൊരു ബോക്സ്, അത്യാവശ്യം പൈസയുള്ള ഒരു ബോക്സ് ആണ്. അതിൽ പെൻസിൽ ഒരു സ്ഥലത്ത് ഇടണം. പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് പെൻസിൽ, പെൻ. ഒരു പ്രാവശ്യം ഞാൻ പിന്നെ ബോക്സിൽ നിന്ന് ഒരു പെൻസിൽ എടുത്തിട്ട് ഞാൻ പെൻ ഇടുന്ന സ്ഥലത്ത് വെച്ച് അടച്ചു വെച്ചു. അപ്പൊ ആന്റി എന്താ ചെയ്തേ, ഇത് പെൻ ഇടുന്ന സ്ഥലമല്ല, പെൻസിൽ ഇടുന്ന സ്ഥലമാണ്, ഇവിടെയാണ് പെൻ ഇടേണ്ടത് പറഞ്ഞത്. ഞാൻ വെച്ച് ഇതെന്ത് ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്, അവൻ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ക്രമമുണ്ട്, ലവ് ഓഫ് ഓർഡർ. അവൻ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡാണ്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ ഇന്ന് കൊടുക്കുന്ന പെൻസിൽ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കളഞ്ഞ് അയ്യോ അമ്മ എന്റെ പെൻസിൽ കാണാനില്ല, അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കുട്ടികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്താ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും, മിസ് എന്റെ പെൻസിൽ കാണാനില്ല, എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ടീച്ചറെ കാണാനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ കുട്ടി നോർമലൈസ്ഡ് അല്ല. എന്താണ് അവന് ഡീവിയേഷൻ സംഭവിക്കാണ്ടായ കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ അവന് അതിൻ്റെതായ ഓർഡേഴ്സ് ഉണ്ടാവും. അവന് ഷൂ എവിടെയാണ്, ഏത് റാക്കിലാണ് ഷൂ, റാക്കിൽ കറക്റ്റ് ആയിട്ടുള്ള അവന്റെ പ്ലേസിൽ അവൻ ആ ഷൂ ഊരി വെക്കും. അവന് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ക്രമങ്ങളുണ്ട്. നമ്മുടെ ലവ് ഓഫ് എൻവയോൺമെന്റ്, അവന് കൊടുത്തിരിക്കുന്ന ആ എൻവയോൺമെന്റിനോട് അവരുടെ ഇഷ്ടം ഉണ്ടാവും. ആ ഒരു ഓർഡർ അവൻ എന്ത് ചെയ്യാൻ നോക്കും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. നെക്സ്റ്റ് ആണ് ലവ് ഓഫ് വർക്ക്. വർക്ക് ഈസ് ദിസ് സെൻസ് മീൻസ് എനി ആക്ടിവിറ്റി, ഏതൊരു ആക്ടിവിറ്റീസിനും നമുക്ക് വർക്കായിട്ട് നമുക്ക് കണക്കാക്കാം. വിച്ച് അഫക്ട് ദ ചൈൽഡ് ഹോൾ പേഴ്സണാലിറ്റി ആസ് form of self-expression and carry the child a corresponding joy in performing it. എന്തൊരു ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമുക്കത് വർക്കായിട്ട് തന്നെ കണക്കാക്കാം. അവൻ ആ വർക്ക് ചെയ്യാനായിട്ട് അവന് ഇഷ്ടമാണ്, അവന് നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജോയ്ഫുൾ ആയിട്ട് ഹാപ്പിനെസ്സോട് കൂടിയാണ് അവൻ ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. അവനെ ഏൽപ്പിച്ച കാര്യം അവൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആണോ അല്ലേ എന്ന് നോക്കണ്ട, പക്ഷെ അവൻ ചെയ്തിരിക്കുന്ന കാര്യം കറക്റ്റ് ആണോ, then he is normalized.
ചൈൽഡ് ആണ്. പ്രൗഡ് ഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് അഖണ്ഡമായ എന്താണ് ഒരു ഏകാഗ്രത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ പറയും ഇവിടെ എന്താ നടക്കണേന്ന് ഒന്നും അറിയാതെ ഇവിടെ എന്തോ കാട്ടിക്കൊണ്ടിരിക്കുക, അവൻ ആ വരയ്ക്കണേൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ എന്താ പറയാ, വേറൊരു കാര്യം അവൻ ശ്രദ്ധിക്കുക, നല്ല ഏകാഗ്രതയോട് കൂടി നല്ല കോൺസെൻട്രേഷനോട് കൂടിയാണ് ആ കുട്ടി ചെയ്യുന്നത്. അപ്പൊ കാരണവന്മാരൊക്കെ എന്ത് പറയും, അവൻ എന്താ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കണേ, അങ്ങനെയാണോ കുട്ടികള്, ഓടി അടക്കല്ലേ വേണ്ടതൊക്കെ ചോദിക്കും. പക്ഷെ എങ്ങനെയാണ് കുട്ടികള് കോൺസെൻട്രേഷനോട് കൂടി ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളാണ് നോർമലൈസ്ഡ് ചൈൽഡ്. നമ്മളുടെ കുട്ടികള് വരയ്ക്കാന്ന് വിചാരിക്കുക, അവർ കുറേ ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ടെൻഷനിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന കുട്ടി വരച്ചത് കാണിച്ചു കൊടുക്കുമ്പോ ഒരു കാരണവശാലും ഒന്ന് പോയേ കൊച്ചി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മൾ അവരെന്ത് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യണം. കാരണം ഇത്രയും സമയം എടുത്ത് അവൻ ആ ഒരു വർക്ക് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് വരച്ചിട്ടുണ്ടെങ്കിൽ അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. അവനെ കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളില്. അപ്പൊ ഭാവിയിൽ അവൻ നല്ല രീതിയിലേക്ക് നന്നായിട്ട് പഠിക്കാനും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ എന്താണ്, നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. നമ്മൾ വഴക്കൊന്നും പറയരുത് കേട്ടോ. അതേപോലെ ടീച്ചർമാര് ചില കുട്ടികൾക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. ചില കുട്ടികൾ എങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്, അത്ര ഇതായിട്ട് വരയ്ക്കുന്നുണ്ടാവില്ല. പക്ഷെ രണ്ടുപേരും എടുക്കുന്ന എഫേർട്ട് ഓരോ പോലെയാണ്. നമ്മളപ്പോ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് കുട്ടികളോട്. അവരുടെ വർക്കിന് എന്ത് ചെയ്യാം, ചെയ്യുക. കാരണം ഇത്രയും ടൈം എടുത്ത് ഒരൊറ്റ ആക്ടിവിറ്റി അവർ വരച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ എന്താണ് കൂടുതലാണ്. ആ ഒരു കോൺസെൻട്രേഷൻ ലെവലിന് നമുക്ക് എന്ത് ചെയ്യാം, അപ്രിസിയേറ്റ് ചെയ്യാം. വരച്ചതിനൊന്നുമല്ല, പക്ഷെ ആ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ അത്രയും നേരം ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത എഫേർട്ട്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്. This concentration, which is so complete, often lonely the child from his environment. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പൂർണ്ണമായ ഒരു നമ്മുടെ കുട്ടീനെ അവന്റെ പരിസ്ഥിതിയിൽ ആ ഒരു എൻവയോൺമെന്റ്, അവന്റെ ചുറ്റുപാടും അവൻ എന്ത് ചെയ്യാണ്, ഒറ്റപ്പെടുത്താണ്. അത് ശരിക്കും പറഞ്ഞാൽ അവന്റെ കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കുകയാണ്, മൈൻഡ് കോൺസെൻട്രേറ്റ് ആക്കാണ്. അത് ആ ഒരു ഏജില് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാണ്, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അറ്റാച്ച്മെന്റ് ഓഫ് റിയാലിറ്റി, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, യാഥാർത്ഥ്യമായിട്ടുള്ള ഒന്നുകൂടി പറയോ? തേർഡ് പോയിന്റ് profound or spontaneous concentration. കുട്ടികള് അവന്റെ ആ ഒരു ഏകാഗ്രത ഉണ്ടല്ലോ, കുട്ടികൾ ഒരു കാര്യം ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവരെടുക്കുന്ന ആ ഒരു ഏകാഗ്രത അവന്റെ പരിസ്ഥിതിയായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പരിസ്ഥിതിയായിട്ട് ഇഴുകി ചേരുന്നുണ്ട്. എന്നിട്ടാണ് അവരൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്, ഒരു കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാണ്, കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാണ്. അപ്പൊ ഭാവിയിൽ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് എന്ത് നോർമലൈസ്ഡ് ചൈൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞു 1-2 മണിക്കൂർ ഒരു ആക്ടിവിറ്റി, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറഞ്ഞു. സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ ഉള്ള കുട്ടികളാണ് എന്ത്, നോർമലൈസ്ഡ് ചൈൽഡ്. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. അവന് യാഥാർത്ഥ്യവുമായിട്ട് എന്ത് വേണം, ഒരു അറ്റാച്ച്മെന്റ് വേണം. The mind constrains itself through contact with existence, not with the projection of make believe. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് അവന്റെ മൈൻഡ് എങ്ങനെയാണ്, അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെ അറ്റാച്ച്ഡ് ആയിരിക്കും. അല്ലാതെ പ്രൊജക്ഷൻസ്, നമ്മളൊരു കാര്യം ഇപ്പൊ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാണ്, ഇന്ന രീതിയിലാണ് മക്കളെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ, അതൊരു റിയാലിറ്റി പോലെ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ നല്ലത്. എന്റെ അഭിപ്രായത്തിൽ ആ റിയാലിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നല്ലത്. ഒരു ജസ്റ്റ് ഒരു മിനി നേച്ചർ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ, റിയാലിറ്റി തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് റിയാലിറ്റി തന്നെയാണ്. എല്ലാ കാര്യങ്ങളും റിയലി ഓരോന്നും നമ്മൾ പഠിപ്പിക്കുകയാണ്.
ഇപ്പൊ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിള് പോലത്തെ ഒരു ഷേപ്പ് കാണിച്ചു കൊടുത്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ഇനി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് ആപ്പിൾ ആണെന്ന് അവൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദ ഫൗണ്ടേഷൻ ഓഫ് ഇറ്റ്സ് ഓൾ എക്സ്റ്റേണൽ വേൾഡ്, നമ്മുടെ പുറത്തുള്ള എക്സ്റ്റേണൽ വേൾഡിന്റെ ഫുൾ ഫൗണ്ടേഷൻ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇന്ന കാര്യങ്ങൾ, ഇത് ട്രീ ആണ്, ഇന്നത് ഇതാണ്, ഇതൊക്കെ ബിൽഡിങ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ കുട്ടികളെ അവിടെ പഠിപ്പിച്ചു കൊടുക്കാണ്. എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആസ് ഇൻ ടേക്ക് ഫാസ്റ്റ് ത്രൂ ദ സെൻസ് മൂവ്മെന്റ്സ് ആൻഡ് ലേറ്റർ ബൈ റീസൺ ആൻഡ് ഇമാജിനേഷൻ. ആദ്യം അവനെ സെൻസ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഓരോന്ന് ടച്ച് ചെയ്ത് നോക്കി കണ്ട് മനസ്സ് സ്മെല് ചെയ്ത് അങ്ങനെ ഓരോ സെൻസിലൂടെയാണ് അവൻ മനസ്സിലാവുന്നത്. ദെൻ മൂവ്മെന്റ്സ്, പിന്നെ അവൻ ഓരോ കാര്യങ്ങൾ അതിന്റെ മൊമെന്റ്സ് വഴി മനസ്സിലാക്കുന്നു. ലേറ്റർ ബൈ റീസണിങ് ആൻഡ് ഇമാജിനേഷൻ, പിന്നെയാണ് അവൻ വിലയിരുത്തുന്നത്. അവന്റെ ഇമാജിനേഷനിൽ ഒരു മരം അവന്റെ മൈൻഡിലേക്ക് വരാണ്. നമ്മള് മോണ്ടിസോറി സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു ട്രീയുടെ ഇമേജ് കാണിച്ചിരിക്കുകയാണ്. ഇതാണ് മക്കളെ ട്രീ, ഇങ്ങനെയാണ് ട്രീ. അപ്പൊ അവൻ പുറത്ത് പോകുമ്പോ ആ ട്രീ ഇതെന്താണ്, ട്രീ ആണെന്ന് പറയാൻ അവർക്ക് മനസ്സിലായി. ഇനി അവന്റെ ഇമാജിനേഷനിലേക്ക് വരുമ്പോഴും ഒരു ട്രീയുടെ ഇമേജ് അവന്റെ മൈൻഡിലേക്ക് വരാണ്. രാത്രി അപ്പം ഒരു മൈൻഡിലേക്ക് എന്ത് വന്നു, ട്രീയുടെ ഇമേജ് വന്നു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇമേജ് വന്നു. അപ്പൊ എന്താണ്, റിയാലിറ്റി ആയിട്ട് നമ്മൾ കുറച്ചും കൂടി എന്താണ് അറ്റാച്ച്ഡ് ആണ്. The information so received worked upon integrated rise to the order of intelligence. നമുക്ക് എന്താ പറയാ, നമ്മുടെ യുടെ ഭാവനയിലൂടെയും എടുക്കുന്ന പോലെയുള്ള എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബാഹ്യലോകം എന്നാണ് പറഞ്ഞു. നമ്മുടെ ഇൻഫർമേഷൻ, ഈ പറഞ്ഞോട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ബുദ്ധി വളർച്ചയുടെ ബുദ്ധിയുടെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ അവർ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണ്, ഓൾറെഡി നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടീനെ കുറിച്ച്. കുട്ടികളുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അവന് കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിരിക്കും. കാരണം മോണ്ടിസോറി പഠിച്ചു വരുന്ന കുട്ടി സാധാരണ ഒരു കോഴ്സ് പഠിച്ചു വരുന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസം എന്താണ്. സാധാരണ ഒരു 3 to 6 അല്ലെങ്കിൽ KG സെഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടി അല്ലെങ്കിൽ നേഴ്സറി കഴിഞ്ഞ് നേരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന കുട്ടിയും തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിലും പഠിച്ച് 4th വരെയും പഠിച്ചു വരുന്ന കുട്ടികൾ അവരുടെ പുറത്തുള്ള എൻവയോൺമെന്റ് ആയിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഇഴുകി ചേരാനായിട്ട് പെട്ടെന്ന് പറ്റും. കാരണം എന്താണ്, അവർ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, കറക്റ്റ് റിയാലിറ്റി ആയിട്ട് അവർക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട്. സാധാരണ കുട്ടികൾക്ക് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അവർക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അത്ര അറ്റാച്ച്മെന്റ് എന്തുണ്ടാവില്ല പുറത്തെ എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റ് പഠിച്ച് വരുന്ന കുട്ടികൾക്ക് ഇതായിട്ട് നല്ല രീതിയിൽ ഇഴുകി ചേരാനായിട്ട് പുറത്തുള്ള എൻവയോൺമെന്റ് ആയിട്ട് റിയാലിറ്റി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഴുകി ചേരാനായിട്ട് പറ്റും. Okay, love of silence. This does not mean that the child like to work in loneliness. നമ്മളിപ്പോ പറയുന്ന കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യിക്കണം അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ഒരു കുട്ടീനെ ലോൺലിനെസ് അല്ല ഐസൊലേറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. But rather in that psychological isolation mentioned above, which is result of concentration. ഇവിടെ പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഐസൊലേഷൻ ആണ് പറയുന്നത്. അവന്റെ മൈൻഡ് ഐസൊലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ ഈ എൻവയോൺമെന്റിലേക്ക് അവനെ കൊണ്ടുവരികയാണ് വേണ്ടത്, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് അവനെ അറ്റാച്ച് ആക്കിയാണ് വേണ്ടത്. അങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടണം എന്നാ പറയുന്നത്. അല്ലാണ്ട് ആ കുട്ടീനെ എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും ഒഴിവാക്കി ഇത് ചെയ്തോ കോൺസെൻട്രേഷൻ കിട്ടും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വേണ്ടത്. ഇവിടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ്, നമ്മൾ കുട്ടികളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് ഒരു ടീമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. At other times, when the aim of the work is more conscious and external to the child. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവനെ ഐസൊലേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ലോൺലിനെസ്സിലേക്ക് ആക്കി അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല. അവൻ ചെയ്യുന്ന സമയത്ത് അവന് എന്താ പറയാ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവനെ എന്ത് ചെയ്യാൻ പാടില്ല, അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാം. അല്ലാത്ത സമയങ്ങൾ ഉണ്ടാവും, ഒരുപാട് ടൈം നമുക്ക് കിട്ടും. ആ സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് ഫ്രീക്വന്റ് എൻഗേജ് ചെയ്യിപ്പിച്ച് ഓരോ ആക്ടിവിറ്റീസിലും ഏർപ്പെടുത്താം.
വർക്ക് ഈസ് മോർ കോൺഷ്യസ്. അവൻ ചെയ്യുന്ന ഓരോ വർക്കും അവന് ബോധ്യത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. ആൻഡ് എക്സ്റ്റേണൽ ചൈൽഡ്, ബാഹ്യമായ ചൈൽഡ് ഫ്രീക്വൻസി വർക്ക് ടുഗദർ ഇൻ ഓട്ടോമാറ്റിക്കലി ഫോംഡ് ഗ്രൂപ്പ്സ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പുകളിൽ ഒരുമിച്ചിരുത്തി, നമ്മളിപ്പോ ഒറ്റയ്ക്കാണോ ഇവിടെയൊക്കെ ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന, അല്ലല്ല ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഇവിടെ ആക്ടിവിറ്റീസ് പഠിപ്പിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു നമ്മളുടെ എന്താ പറയാ ഒരു കോൺസെൻട്രേഷൻ അവിടെ കൂടുന്നുണ്ട്. അതേപോലെ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത്, അവരെങ്ങനെ സെർവ് ചെയ്യണം, അവരെങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ടീച്ചേഴ്സിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്ന് ചെറുപ്പത്തിലേ പഠിപ്പിച്ചുകൊണ്ട് തുടങ്ങാണ് നമ്മൾ ഇവിടെ വെച്ച് തന്നെ. ഇതാണ് ലവ് ഓഫ് സൈലൻസ്. അല്ലാതെ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യണം എന്നല്ല, ഒറ്റയ്ക്കാക്കണം എന്നല്ല പറയണത്. നമ്മുടെ ഈ എൻവയോൺമെന്റിലേക്ക് അവനെ കൊണ്ടുവരണം, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് അവനെ കൊണ്ടുവരണം എന്നാ പറയുന്നത്. സബ്മിഷൻ ഓഫ്, അടുത്ത പോലെയാണ് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ്, ഇൻഹെറിറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ആദ്യം നമ്മുടെ ഈ എൻവയോൺമെന്റ് കാണുമ്പോൾ, മോണ്ടിസോറി എൻവയോൺമെന്റ് കാണുമ്പോൾ കുട്ടികൾക്കൊരു ഭയങ്കര ജിജ്ഞാസയായിരിക്കും, ഇതെല്ലാരും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോവാ, അവിടെ കൊണ്ടുവന്ന് കളിക്കാം, ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവൻ കുറച്ച് കഴിയുമ്പോ ആ ഒരു ഉത്സാഹം അല്ലെങ്കിൽ അത് മാറി, ഇത് ഇവിടത്തെയാണ്, ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന ഓർഡറിലാണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കി എടുക്കുന്നത് ശരിക്കും പറഞ്ഞ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. The mode of the normalized child is to their prepared environment and to all the enhancing occupation contained in it. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ചിലപ്പോ നമ്മള് കളിക്കാൻ കൊടുക്കുന്ന ടോയ്സ് ഒക്കെ ഇല്ലേ, ചിലപ്പോ എന്ത് ചെയ്യും, കുട്ടികൾ എന്ത് ചെയ്യും, കൊണ്ടുപോകും, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർക്ക് അത് കൈവശം വെക്കണം എന്നൊക്കെ ആയിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഈ എൻവയോൺമെന്റ് ആയിട്ട് എന്താണ് ഇവിടെ എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇവിടെ ഉള്ള ഐറ്റംസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ enhance occupation contained in it is that the intents of life, not cupidity. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കേണ്ടത്, അവന്റെ എന്താ പറയാ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. ഇതെല്ലാം ഇവിടെ ഉള്ള ഐറ്റംസ് ആണ്, ഇവിടെ തന്നെ നമ്മൾ കളിക്കണം. ഇറ്റ് ഈസ് ദ ട്രൂത്ത് ദാറ്റ് ദ ഫസ്റ്റ് ഫ്ലോസ് ഓഫ് ദ എൻഡ്യൂസിസം ചൈൽഡ് മേ വിഷ് ടു ടേക്ക് ദ മെറ്റീരിയൽസ് ഹോം വിത്ത് ദം. ആദ്യത്തെ എൻഡ്യൂസിസം എന്തായിരിക്കും? ഉത്സാഹം എന്ന് വെച്ചാൽ ഇതെല്ലാം അവന്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. ബട്ട് ഓൺലി ഫോർ യൂസ്, അത് ഉപയോഗിക്കാനുള്ളതാണ്, നമുക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ളതാണെന്ന് അവൻ ആദ്യം മനസ്സിലാവില്ല. The reason why a normalized child has this defect is always wanting to possess things in because he has sublimated with his interest in them. പിന്നെ അവന് മനസ്സിലാവും, ഒരു കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോൾ അവനത് മനസ്സിലാവും, ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്, അത് ഇവിടെ തന്നെ ഇരിക്കേണ്ടതാണ്, ഈ ഐറ്റംസ് എല്ലാം എനിക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എനിക്ക് എടുത്തുകൊണ്ട് പോകാനോ ഉള്ളതോ അല്ല എന്ന് മനസ്സിലാക്കി അവനത് പെരുമാറുമ്പോഴാണ് അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത്. ആദ്യമൊക്കെ കുട്ടികളെ ചിലപ്പോ ചില എന്താ പറയാ ചില ഷേപ്സോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് നോർമൽ ആണ് കേട്ടോ, കുട്ടികളുടെ മനസ്സല്ലേ, കുട്ടികൾക്ക് അത് കൈവശം വെക്കാനായിട്ട് ആഗ്രഹം. അത് സാധാരണ കുട്ടികളുടെ ലെവലാണ്. എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളൊക്കെ അങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തോരം കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ. അത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞ് അവന് പറഞ്ഞു കൊടുക്കണം, മോനെ ഇവിടെ ഉള്ളതാണ്, ഇവിടെ വരുമ്പോൾ മോന് ഇത് കളിക്കാം, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ മോന് ചെയ്യാം. മോന് പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യും നമ്മള്? അവർക്കും വേണ്ടേ, അവർക്കും കളിക്കാൻ വേണ്ടേ? അപ്പൊ നമ്മൾ ഇത് ഇവിടെ വെച്ച് കളിക്കാം, മോനിഷ്ടമുള്ള എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇവിടെ വെച്ച് കളിച്ചിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഇവിടെ വെച്ചോണ്ട് പൊക്കോ, നാളെ കൊണ്ടുവരാൻ മറന്നു പോയാലോ എന്നൊക്കെ പറഞ്ഞ് അവരത് മോട്ടിവേറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷൻ ആണ് ലവ് ഓഫ് ഓർഡർ. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു ഓർഡർ ഉണ്ട്, ആ ഒരു ക്രമപ്രകാരമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലവ് ഓഫ് വർക്ക്, നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മുടെ 100% എഫേർട്ട് എടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സ്പോണ്ടേഷ്യസ് കോൺസെൻട്രേഷൻ, നമ്മളുടെ സുസ്ഥിരമായിട്ടുള്ള ഏകാഗ്രത, നമ്മൾ കറക്റ്റ് നമ്മുടെ വർക്ക് ചെയ്യാനായി ഫുൾ നമ്മുടെ എഫേർട്ട് കോൺസെൻട്രേഷനും ആ ഒരു വർക്കിലേക്ക് വേണം കൊണ്ടുപോകാൻ. അറ്റാച്ച്മെന്റ് ഓഫ് റിയാലിറ്റി, നമ്മുടെ റിയൽ വേൾഡ് ആയിട്ട് ഉള്ളൊരു റിയൽ വേൾഡ് ആയിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിരിക്കണം നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്.
ലവ് ഓഫ് സൈലൻസ്. നമ്മള് കുട്ടീനെ അവിടെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് അല്ല പറയുന്നത് കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ഐസൊലേഷൻ മാത്രമാണ്, നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ആക്കാം എന്നുള്ളൊരു മീനിങ് മാത്രമേ വരുന്നുള്ളൂ. സബ്മിഷൻ ഓഫ് ദ പൊസീവ് ഇൻസ്റ്റിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ആദ്യം കൈവശം വെക്കാനായിട്ട് കുട്ടികൾക്ക് താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ അത് സ്വന്തമാക്കാൻ താല്പര്യമായിരിക്കും. പിന്നെ അവരത് മനസ്സിലാക്കാൻ തുടങ്ങും, ഇതൊക്കെ ഇവിടെ വെക്കേണ്ടതാണ്, ഇവിടത്തേതാണ്, ഇവിടെയാണ് ഇതിന്റെ ഓർഡർ ഉള്ളത് എന്ന് മനസ്സിലാക്കി അവൻ പെരുമാറാൻ തുടങ്ങുമ്പോൾ മുതൽ എന്തായി, ചൈൽഡ് നോർമലൈസ്ഡ് ആയി എന്ന് പറയാം. ഓക്കെ, ഇത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കണം ഓരോന്നും. കേട്ടല്ലോ? ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും, വായിച്ചു നോക്കാം. വായിക്കുന്നേക്കാളും കൂടുതൽ ആ സമയത്ത് ഞാൻ എന്താ പറഞ്ഞത് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾ ലെക്ചർ നോട്ടൊക്കെ എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? അത് ഞാൻ തന്നെ. പറഞ്ഞോളാം. Plant trees to make our environment pollution free. Sign out by Rishana. Okay, yeah. Thank you. Thank you, Miss.